നമസ്കാരം. ഒരു വർഷം കൊണ്ട് പെയ്യേണ്ട മഴ ഒറ്റ ദിവസം കൊണ്ട് പെയ്താൽ എന്തായിരിക്കും സ്ഥിതി എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു രാജ്യത്ത് മഴ പെയ്തിറങ്ങുന്നു. 24 മണിക്കൂറിനിടെ 142 മില്ലിമീറ്റർ വരെയാണ് മഴ പെയ്തതെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക്. 75 വർഷത്തിനിടയിലുണ്ടായ ഏറ്റവും വലിയ പെരുമഴക്കാലത്തിനാണ് ആ രാജ്യം സാക്ഷ്യം വഹിച്ചത്. പറഞ്ഞു വരുന്നത് കഴിഞ്ഞ വർഷം ഏപ്രിലിൽ UAE ഉണ്ടായ മഴയെക്കുറിച്ചാണ്. കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് ഈ സമയത്തൊക്കെ ആയിരുന്നു ആ മഴയുണ്ടായത്. നഗരത്തെ മുഴുവൻ വെള്ളത്തിനടിയിലാക്കിയ ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ മഴ UAE പെയ്തൊഴിഞ്ഞിട്ട് ഒരു വർഷം തികയുകയാണ്. രാജ്യം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നുകൂടിയായിരുന്നു ഇതെന്നെടുത്ത് പറയണം. UAE കിഴക്കൻ തീരത്തുള്ള ഫുജൈറയിലാണ് ഏറ്റവും ശക്തമായി മഴ പെയ്തത്. സ്ഥിരമായി മഴ പെയ്യാത്ത സ്ഥലങ്ങളായതിനാൽ പല സ്ഥലങ്ങളിലും ഡ്രെയിനേജ് ഇല്ലാത്തത് വെള്ളക്കെട്ടിന് കാരണമായിരുന്നു. അയൽരാജ്യമായ ഒമാനിലും കനത്ത വെള്ളപ്പൊക്കമാണ് അനുഭവപ്പെട്ടത്. വലിയ മഴയ്ക്ക് പുറമെ ശക്തമായ ഇടിമിന്നലാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായത്. വിമാനത്താവളത്തിന്റെ പ്രവർത്തനം അവതാളത്തിലായതിനാൽ ദുബായിൽ നിന്നുള്ള വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നു. ഏകദേശം 45ഓളം വിമാനങ്ങൾ റദ്ദു ചെയ്യപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. വിമാന സർവീസിന് പുറമെ റോഡും മറ്റ് രീതിയിലുള്ള ഗതാഗത സർവീസുകളെല്ലാം തടസ്സപ്പെട്ടിരുന്നു. വെള്ളക്കെട്ടിനെ തുടർന്ന് കേരളത്തിലേക്ക് ഉൾപ്പെടെയുള്ള വിമാന സർവീസുകളും റദ്ദാക്കി. സ്കൂളുകൾക്കെല്ലാം നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നു. പലരും വീടുകൾ വിട്ട് താൽക്കാലിക ഷെൽട്ടറുകളിലേക്ക് അഭയം തേടി. ഷാർജ, അജ്മൻ, റാസൽ ഖൈമ, അൽ ഐൻ തുടങ്ങിയ UAE മിക്ക നഗരങ്ങളിലും രൂക്ഷമായ വെള്ളക്കെട്ടാണ് നേരിട്ടത്. 7 എമിറേറ്റുകളും വെള്ളത്തിൽ മുങ്ങിപ്പോയ സ്ഥിതിയായിരുന്നു. അറേബ്യൻ ഉപദ്വീപിലൂടെ കടന്ന് ഒമാൻ ഉൾക്കടലിലൂടെ നീങ്ങുന്ന കൊടുങ്കാറ്റാണ് കനത്ത മഴയുടെ പിന്നിലെ പ്രാഥമിക കാരണമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത്. കുതിച്ചുയരുന്ന ആഗോള താപനത്തിലും ഇത്തരം ഒരു സംഭവത്തിന് കാരണമായേക്കാമെന്ന് ചില വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു. ഉയർന്ന താപനില കരയിൽ നിന്ന് മാത്രമല്ല സമുദ്രത്തിൽ നിന്നും മറ്റ് ജലാശയങ്ങളിൽ നിന്നും ജലത്തിന്റെ ബാഷ്പീകരണത്തിന് കാരണമാകാറുണ്ട്. അതായത് ചൂടുള്ള അന്തരീക്ഷം കൂടുതൽ ഈർപ്പം നിലനിർത്തും. ശരാശരി താപനിലയിൽ ഓരോ ഡിഗ്രി സെൽഷ്യസ് ഉയരുമ്പോഴും അന്തരീക്ഷത്തിന് ഏകദേശം 7% കൂടുതൽ ഈർപ്പം നിലനിർത്താൻ കഴിയുമെന്നാണ് പഠനങ്ങളിൽ പറയുന്നത്. ഇത് കൊടുങ്കാറ്റുകളെ കൂടുതൽ അപകടകരമാക്കുന്നു. ഇതിനു പുറമെ മഴയുടെ തീവ്രത, ദൈർഘ്യവർദ്ധനവ് ഇതിനെല്ലാം ഇത് കാരണമാകും. ഇത് വലിയ വെള്ളപ്പൊക്കത്തിലേക്കും വലിയ മഴയിലുമൊക്കെ നയിക്കും. എന്തായാലും മഴ പഠിപ്പിച്ച പാഠം UAE അത്ര പെട്ടെന്നൊന്നും മറക്കാനിടയില്ല. അതിനുശേഷം നിരവധി പദ്ധതികളിലേക്ക് UAE കടന്നു എന്നാണ് അറിയുന്നത്. ദുബായിൽ മഴവെള്ളം ഒഴുക്കിവിടാനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നതിനും വെള്ളപ്പൊക്ക സാധ്യത കുറയ്ക്കുന്നതിനുമൊക്കെ ആയിട്ട് പല പദ്ധതികളും UAE തുടക്കം കുറിച്ചിരുന്നു. എന്തായാലും ഈ പെരുമഴ പലരെയും പല രീതിയിലാണ് UAE ബാധിച്ചത്. മഴയും വെള്ളപ്പൊക്കവും രാജ്യത്തെ ഇൻഷുറൻസ് വ്യവസായത്തെ കാര്യമായി ബാധിച്ചുവെന്നാണ് പറയുന്നത്. വാഹനം, വസ്തു, വാണിജ്യം എന്നിവയുൾപ്പെടെ 1 ലക്ഷത്തിലധികം ക്ലെയിമുകളാണ് ഫയൽ ചെയ്യപ്പെട്ടത്. വാഹന ഇൻഷുറൻസ് ക്ലെയിമുകളിൽ കൂടുതലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് കേടുപാടുകൾ ഉള്ള എഞ്ചിൻ തകരാർ, ഇലക്ട്രിക്കൽ തകരാർ, ബ്രേക്ക് പ്രശ്നങ്ങൾ എന്നിവയ്ക്കാണ്. എന്തായാലും കഴിഞ്ഞ വർഷത്തെ മഴയെ തുടർന്ന് UAE പുതിയ നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക്, ഈനാട് മലയാളം.